അച്ഛനെയും മകനെയും ചുറ്റിക കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 3 പേരെ കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കടക്കൽ ചരിപ്പറമ്പ് വെളുത്തറ സ്വദേശിയായ വിഷ്ണുവിന്റെ അച്ഛൻ തുളസീധരൻ എന്നിവർക്കാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. ഈ കേസിൽ വിഷ്ണുവിന്റെ അയൽവാസിയായ ചരിപ്പറമ്പ് വെളുന്തറ സ്വദേശിയായ ഉണ്ണിയുടെ സുഹൃത്തുക്കളായ ബിനു, രഞ്ജിത്ത് എന്നിവരെയാണ് കടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. രാത്രി 10 മണിക്ക് ഉണ്ണിയുടെ കുറെ കൂട്ടുകാരുമായി എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്ന് എൻ്റെ ഭർത്താവിനെ കയറിലിട്ട് വലിച്ചഴച്ച് റോഡിൽ കൊണ്ടുപോയി കയറ് കെട്ടിയിട്ട് വലിച്ചഴിച്ചുകൊണ്ട് പോയി റോഡിലിട്ട് അടിക്കുകയായിരുന്നു. അത് എൻ്റെ അമ്മായച്ച കണ്ടുകൊണ്ട് വരുന്നത് എൻ്റെ അമ്മായച്ചനെ അടിച്ചു. ചുറ്റിയല് തല കണ്ണില് കൈ വെച്ച് ഇടിച്ചു, മൂക്കാമണ്ടയ്ക്ക് ചുറ്റിയല് വെച്ച് ഇടിച്ചു, എന്റെ അച്ഛന്റെ പിരിയത്ത് ചുറ്റിയല് വെച്ച് ഇടിച്ചു. അത് കഴിഞ്ഞ് ഇവര് പോലീസുകാർ എന്റെ ഭർത്താവിനെ കാണുന്നില്ല, അവരവിടെ എല്ലാം നോക്കി. ഇവര് പിന്നെയും ഈ ഉണ്ണിയുടെ വീട്ടിലെ അവിടെ ഒരു കിണറുണ്ട്, ആ കിണറിന്റെ അവിടെ വെച്ച് അവിടെ അടിച്ചിട്ടേക്ക് വരുന്നു. പോലീസുകാർ വന്നപ്പോ എന്റെ അവിടെ ഒരു ബോധവും ഇല്ലാതെ എന്റെ ഭർത്താവ് അവിടെ കിടക്കുന്നു ഞാൻ കണ്ടു. അപ്പൊ പോലീസുകാർ പറഞ്ഞ് വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞു. നമ്മൾ നേരെ കടക്കി വന്നപ്പോ എന്റെ ചേട്ടന്റെ വായിക്കൂടെ, മൂക്കിക്കൂടെ, ചെവി കൂടെ ബ്ലഡ് വരാൻ തുടങ്ങിയപ്പോ ഡോക്ടർ പറഞ്ഞു സീരിയസ് ആണ്, നേരെ മെഡിക്കലിൽ പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഇന്നലെ രാത്രി തന്നെ ആംബുലൻസ് മെഡിക്കലിൽ പോയി. ഇത് പഴയ ഒരു കേസ്, എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്നതിന് മുമ്പുള്ളൊരു അടി കേസാണ് ഇവർ പറയുന്നത്. പിന്നെ ഇതിന് രാവിലെ അതിന്റെ ഒരു കേസ് പറഞ്ഞ് ഇവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി പിടിച്ചു തള്ളാകെ ആയി. പോലീസ് ഒന്ന് ഒത്തീർപ്പാക്കി എല്ലാരും വീട്ടിൽ പറഞ്ഞു വിട്ട്. വൈകിട്ട് ഈ സംഭവം ഉണ്ടായി. ഇക്കഴിഞ്ഞ 11-ാം തീയതി രാവിലെ ഇരു കൂട്ടരും തമ്മിൽ വാക്കുതർക്കം നടക്കുകയും നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കടക്കൽ പോലീസ് സ്ഥലത്തെത്തി പ്രശ്നം ഒത്തുതീർപ്പാക്കി മടങ്ങിയതിനു ശേഷം രാത്രിയോടുകൂടി മദ്യപിച്ചെത്തിയ മൂവർ സംഘം വിഷ്ണുവിനെയും അച്ഛൻ തുളസീധരനെയും വീട്ടിൽ കയറി ചുറ്റികയ്ക്ക് തലക്കടിച്ചതിനു ശേഷം കാലിൽ പിടിച്ചു വലിച്ചിഴച്ച് വീടിന് സമീപത്തുള്ള റോഡ് വരെ എത്തിച്ച് ബിയർ കുപ്പിക്കൊണ്ട് വീണ്ടും മുഖത്തും തലയ്ക്കും മാരകമായ രീതിയിൽ അടിക്കുകയും ചെയ്തു. അവശനിലയിലായ 2 പേരെയും ബന്ധുക്കൾ ചേർന്ന് കടക്കൽ താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും അവിടെ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും ചെയ്തു. മെഡിക്കൽ കോളേജ് ചികിത്സയ്ക്ക് ശേഷം തിരിച്ചെത്തി കടക്കൽ പോലീസിൽ മൊഴി നൽകിയ ശേഷം ഇരുവരും വീട്ടിൽ വിശ്രമത്തിലാണ്. ഇരുവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടക്കൽ പോലീസ് മൂവരെയും ചരിപ്പറമ്പിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. നരഹത്യാ ശ്രമത്തിന് കേസെടുത്ത കടക്കൽ പോലീസ് മൂവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് കേരളം 24 വേണ്ടി ചാരു, ന്യൂസ് ഡെസ്ക് കൊല്ലം.